60th ബർത്ത്ഡേ. മമ്മി എന്ന് പറയുമ്പോൾ ജിതിൻ്റെ മമ്മി, അതായത് എൻ്റെ ഇൻലോയുടെ 60th ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളൊരു സർപ്രൈസ് സെലിബ്രേഷൻ മമ്മിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെറിയ ഐഡിയ ഒക്കെ മമ്മിക്ക് കിട്ടി, എന്നാലും നമ്മൾ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെ ഒരു കേക്ക് കട്ടിങ് ആണ്. പക്ഷേ അത് മമ്മിക്ക് സർപ്രൈസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മമ്മിക്ക് 2 ഗിഫ്റ്റൊക്കെ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ അവിടെ വീട്ടിൽ ഓൾറെഡി നമ്മുടെ എന്താ പറയുക ഡെക്കോറിന് വന്നിട്ടുണ്ട്, അവരെല്ലാം ചെയ്യാൻ. അപ്പോൾ മമ്മിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല. മമ്മിക്ക് ഒരു ചെറിയ ഐഡിയ ഉണ്ട്. നമ്മൾ ചിലപ്പം ഒരു കേക്ക് കട്ടിങ് എല്ലാ വർഷവും എല്ലാ ബർത്ത്ഡേക്കും നമ്മളൊരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ടെന്നുള്ളൊരു ധാരണ ഉണ്ടാവും, പക്ഷെ ഇത്ര ഗ്രാൻഡായിട്ട് ഉണ്ടാവും എന്നുള്ള ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? മമ്മിയുടെ 60th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇങ്ങനെ വഴിയെ കാണിച്ചത്. ആക്ച്വലി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അല്ലേ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതായത് മമ്മി അത് കാണുമ്പോ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കാര്യങ്ങള്, പക്ഷെ അപ്പോഴും മമ്മിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. മമ്മി അത് കാണുമ്പം സർപ്രൈസ്ഡ് ആവും, ഹാപ്പി ആവും എന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ബാക്കി വഴിയെ കാണാം. ഇവിടെയാണ് മിക്കപ്പോഴും മമ്മിയുടെ ഡ്രസ്സ് എടുക്കാൻ വരാറ്. സോ ഞങ്ങളും ഇവിടെ തന്നെ പ്രിഫർ ചെയ്തു. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കേക്ക് വാങ്ങാനാണ്. ഇപ്പോൾ ഒരു വർഷത്തിൽ എത്ര പേരുടെ ബർത്ത്ഡേസ് വന്നാലും എത്ര ആനിവേഴ്സറീസ് വന്നാലും അങ്ങനെ ഏത് ആഘോഷത്തിനും ക്യൂട്ടി പൈ കേക്ക് ഇല്ലാതെ എന്താഘോഷം? ലെഫ്റ്റ് ഓവേഴ്സ് കേക്ക് വരുന്നത് നിമിഷങ്ങൾക്കകം തീരുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തേത് മാത്രമായിരിക്കണം. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളുടെ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനവും വാങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാപ്പി 60th ബർത്ത്ഡേ മമ്മി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ് മമ്മി, എല്ലാവിധ ജന്മദിനാശംസകളും. അമ്മയ്ക്ക് കുറേ വിഷമങ്ങളുണ്ടെന്നറിയാം, എല്ലാം ഒരു ഇലക്ട്രിക് ചിമ്മിനിയോടെ തീരട്ടെ. ബർത്ത്ഡേ സർപ്രൈസിന് എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങളിത് ബർത്ത്ഡേക്കാരി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 4 മണിക്ക് വരുമെന്ന് വിചാരിച്ചു, 4:30 ഇപ്പം 5 സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്. നൈസായിട്ട് ഇവിടെ ഈ ഗേറ്റിൽ കൂടി കയറിയാൽ ഇതിലേ വരുന്നത്, ഇവിടെ ഈ സെറ്റപ്പ് ഉള്ളത് കാണും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അപ്പുറത്തെ ഗേറ്റ് തുറന്നിട്ടു. അപ്പം വണ്ടി നേരെ അവിടെ വന്ന് ഇതിലേ കൂടി ഇങ്ങനെ കയറി വരുവാണെങ്കിൽ ആൾക്ക് കാണത്തില്ലല്ലോ, ഇവിടെ ഇങ്ങനെ പരിപാടി ഇപ്പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണത്തില്ല. അതാണ് ഞങ്ങളുടെ പരിപാടി. വന്നോ എന്നാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. വന്നില്ല ഗൈസ്. ആക്ച്വലി മമ്മി വന്നിട്ട് മമ്മിക്കൊരു ഐഡിയ ഉണ്ട്, നമ്മളുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഇവിടെ മമ്മി വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം മമ്മി ഇവിടെ ഇരുത്തും, എന്നിട്ട് കുറച്ച് നേരം സ്നാക്സൊക്കെ കൊടുക്കും, എന്നിട്ട് ചുമ്മാ കുറച്ച് ഡ്രാമ അങ്ങനെയൊക്കെ ഇരുത്തിയിട്ട് പിന്നെ അപ്പുറത്ത് കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. കയറി വരുമ്പോഴും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ചമ്മിപ്പോവും. നമ്മുടെ എക്സ്പ്രഷനൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാണ്ട് വരും. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. അതായത് നമ്മളിപ്പം കേക്കൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മുടെ ഡെക്കറേഷൻ്റെ പുറകിൽ കൊണ്ടുവന്ന് പോപ്പറും മറ്റേ സ്നോ സ്പ്രേ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. കേക്കൊക്കെ ഫ്രിഡ്ജിലാണ്. ആൾ കയറി വന്ന് ഇവിടെ ഇരുന്ന് ചായ വേണോ അതൊക്കെ വേണോ ഞങ്ങൾ പല വേറെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ആൾ വിചാരിക്കും ഇപ്പം കേക്ക് വരും. ഇതൊക്കെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോഴൊന്നും നമ്മൾ കേക്ക് കൊണ്ടുവരില്ല, പകരം വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കുറച്ച് നേരം വെറുതെ ഇരുത്തി പോസ്റ്റ് അടിപ്പിക്കും. അപ്പം മമ്മി ആയിരിക്കും അയ്യോ അപ്പം കേക്ക് കട്ടിങ് ഒന്നുമില്ല, എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്ന് മമ്മി വിചാരിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോൾ ഞങ്ങൾ പറയും മമ്മി ഇത് കണ്ടോ, ഞങ്ങളിവിടെ ഒരു പുതിയ സാധനം വെച്ചതാ, കൊള്ളാവോ എന്ന് വന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് മമ്മിയെ നൈസായിട്ട് ഇവിടെ നിന്ന് വിളിച്ച് ഞങ്ങളുടെ ഡെക്കറേഷൻ ചെയ്തിടത്തോട്ട് കൊണ്ടുപോകണമെന്നാണ് പ്ലാൻ. ആർക്കറിയാൻ നടക്കുമെന്ന് അറിയത്തില്ല, ചെറിയൊരു ടൈമായി വരുമ്പോഴത്തേക്കും. അങ്ങനെയാണെങ്കിൽ സെറ്റാണ്. അത്യാവശ്യം വീഡിയോ ഒക്കെ നന്നായിട്ട് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. വന്നു ഗൈസ്, മമ്മി വന്നു. അതായത് മമ്മിയൊക്കെ അവിടെ വന്നു. മമ്മി ഇറങ്ങുന്നുണ്ട് അവിടെ. ജിതിന് അവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം മമ്മി അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. പോയാൽ എല്ലാം പോകണം പൊളി. നേരെ വീട്ടിൽ കയറണം. ചെല്ല് മമ്മി ഇറങ്ങി ചെല്ല്. പോപ്പർ
60th ബർത്ത്ഡേ. ആ ഓക്കെ. കൈനേട്ടമെൻ കയ്യിൽ തരുമ്പോൾ എന്റെ മിഴി രണ്ടും നിറയും, ഞാൻ തൊഴുതു കാലിൽ വീഴും. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ, ഈ മുറ്റത്തെ തുളസി പോലെ. പരിപാടിയൊക്കെ ഭയങ്കര കളർഫുള്ളായി, ഉദ്ദേശിച്ച പോലെ മമ്മി സർപ്രൈസ്ഡായി. പക്ഷേ ഇപ്പോൾ നോക്ക്, നല്ല ഭംഗിയില്ലേ. അങ്ങനെ സർപ്രൈസൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡിന്നറിന് പോയി. അവിടെ വെച്ച് പപ്പ മമ്മിക്ക് സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ ജിതിൻ്റെയും ജെറിൻ്റെയും എൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്ലാൻ പോലെ തന്നെ ബർത്ത്ഡേ സർപ്രൈസ് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഗംഭീരമായി. അങ്ങനെ മമ്മിയുടെ 60th ബർത്ത്ഡേ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഹാപ്പി ബർത്ത്ഡേ മമ്മി. ആ തല ഇവിടെ വന്നു. Okay, hope you enjoy all these surprises. അപ്പം ബർത്ത്ഡേ ഞങ്ങൾ ഒരാഴ്ചയായിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. മമ്മിക്ക് ഒരു രീതിയിലും മനസ്സിലാക്കാത്ത രീതി ചെയ്യണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അത് ഞങ്ങളുടെ പ്ലാൻ പോലെ തന്നെ സംഭവിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ.